ഇത് മൂന്നാം ദിവസവും ഇറാൻ ആക്രമണം തുടരുകയാണ്. പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അമേരിക്കയെ വിറപ്പിച്ചുകൊണ്ട് US താവളങ്ങൾക്ക് നേരെ വലിയ ആക്രമണം നടക്കുകയാണ്. ഇപ്പൊ നിലവിൽ ഈ ഹോർമുസ് അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പൊ ബാബൽ മന്ദേബ് അടയ്ക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഹൂത്തികൾ നടത്തുന്നുണ്ട്. ഹൂത്തി വലിയൊരു ഭീഷണി നടത്തുന്നുണ്ട്. ഇതിനിടയിൽ UAE-യിലേക്ക് ആക്രമണം നടത്തി ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ എത്ര നാൾ ഈ ഒരു യുദ്ധത്തിന്റെ സമാധാനത്തിനായിട്ട് കാത്തിരിക്കേണ്ടി വരും? രേഷ്മ, ലോകം മുഴുവൻ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എത്ര നാളിനി ഈ യുദ്ധം നീണ്ടു നിൽക്കും എന്നുള്ളത്. വിദേശകാര്യ വിദഗ്ധരടക്കം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 ആഴ്ച മുതൽ 1 മാസം വരെ ഈ യുദ്ധം ഈ അവസ്ഥയിൽ തന്നെ തുടരും എന്ന് തന്നെയാണ്. കാരണം സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളും എവിടെ നിന്നും ഉണ്ടാകുന്നില്ല. ഇനി അഥവാ മുമ്പ് പാകിസ്ഥാനൊക്കെ ഇടപെട്ട് നടത്തിയതുപോലെയുള്ള സമാധാന ശ്രമങ്ങളാണെങ്കിൽ അതൊന്നും എവിടെയും എത്തുന്നില്ലെന്നല്ല, അത് തുടങ്ങാൻ പോലും അവർക്ക് കഴിയുന്നില്ല. കാരണം ഇറാൻ കട്ടക്കലിപ്പിലാണ്. ഇറാനെ സംബന്ധിച്ച് അവർ മുമ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ആയത്തുള്ള അലി ഖാംനെയി എന്ന അവരുടെ പരമാധികാരിയെ, പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട് ഇറാനിൽ വലിയ യുദ്ധമുണ്ടായി, നാശനഷ്ടങ്ങളുണ്ടായി ഒക്കെ ആണ് ഇത്രയും കാലം ഇറാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇറാൻ പറയുന്നത് ഹോർമുസിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഞങ്ങൾക്ക് വേണം എന്നതാണ്. അതായത് ഇത്രയും കാലം ആണവ വിഷയവും ഈ പറയുന്ന ഇറാന് നഷ്ടപ്പെട്ട നഷ്ടപരിഹാരം പണമായി നൽകണം, ഇതൊക്കെയായിരുന്നു ഇറാൻ മുന്നോട്ട് വെച്ചിരുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ഇറാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഹോർമുസ് ആണ് തങ്ങളുടെ വജ്രായുധം. ഹോർമുസ് കയ്യിൽ ഉള്ളിടത്തോളം കാലം ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ തങ്ങൾക്ക് കഴിയും. ഒപ്പം ഈ റഷ്യയും ചൈനയും വലിയ തോതിൽ പിന്തുണയുമായി ഇറാന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധവിമാനം ഇറാനിലെത്തിയതായി വാർത്തകളുണ്ടായിരുന്നു. അത് നൽകുന്ന സൂചന ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ, ഇതിങ്ങനെ പോവുകയാണെങ്കിൽ നാറ്റോ സഖ്യത്തെ രംഗത്തിറക്കി ഹോർമുസിൽ ഒരു പിടിച്ചെടുക്കാനുള്ള നീക്കം ഒരു പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകാം. അപ്പോഴും ശ്രദ്ധിക്കണം, ഗൾഫ് രാജ്യങ്ങളുടെ കയ്യിലേക്ക് ഹോർമുസ് വരാനല്ല അമേരിക്ക ശ്രമിക്കുന്നത്, മറിച്ച് നാറ്റോ സഖ്യത്തിൻ്റെ കയ്യിലേക്കാണ്. അങ്ങനെയാണെങ്കിലേ അമേരിക്കയ്ക്ക് ഹോർമുസിൽ പരിപൂർണമായ ഒരു ആധിപത്യം ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ സൂചനയായിട്ടാണ് ട്രംപ് ഇന്നലെ പറഞ്ഞത്, ഹോർമുസിലൂടെ പോകുന്ന കപ്പലുകൾ ഞങ്ങൾക്ക് ടോൾ തരണം, അമേരിക്കയ്ക്ക് ടോൾ തരണം. ഇന്നു മുതൽ അത് പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇറാന്റെ ആക്രമണം. അല്ല, ഹോർമുസിലൂടെ ടോൾ ഏർപ്പെടുത്തണമെങ്കിൽ കപ്പലുകൾ കടന്നു പോകണ്ടേ, അതിന് ഇറാൻ അനുവദിക്കണ്ടേ? ഇത് പണ്ട് ഒരു തമാശ പറഞ്ഞതുപോലെ, എൻ്റെ ഭാര്യ ഞാൻ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം പോവില്ല, പക്ഷെ ആ വര എവിടെ വരയ്ക്കണമെന്ന് അവൾ തീരുമാനിക്കുമെന്ന് പറയുന്നൊരു തമാശ ഉണ്ട്. അതേപോലെയാണ് ഇപ്പോൾ കാര്യം. അമേരിക്ക പറയുന്നു ഹോർമുസിലൂടെ കപ്പലുകൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ചുങ്കം തരണം, പക്ഷെ ഹോർമുസിലൂടെ കപ്പലുകൾ കടന്നു പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇറാനാണ്. അപ്പോൾ ഇപ്പോഴും ഇറാന്റെ ഫുൾ കൺട്രോളിലാണ് ഹോർമുസ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. എന്ന് മാത്രമല്ല, ഈ ഗൾഫ് രാജ്യങ്ങൾ വലിയ നാശത്തിലേക്ക് പോകുന്നതിൻ്റെ എല്ലാ സൂചനകളും, എനിക്ക് തോന്നുന്നത് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഗൾഫ് രാജ്യങ്ങൾ നശിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, അതായത് പശ്ചിമേഷ്യയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളത്, ഗൾഫ് രാജ്യങ്ങളാണ് സമ്പന്നമായ രാഷ്ട്രങ്ങൾ. യൂറോപ്യൻ യൂണിയൻ്റെയൊക്കെ പഴയ ഗരിമയൊക്കെ നഷ്ടപ്പെട്ടു. പണ്ട് യൂറോപ്യൻ യൂണിയനായിരുന്നു വലിയ സാമ്പത്തിക നേട്ടവും കുതിപ്പുമൊക്കെ ഉണ്ടാകുന്നത്, പക്ഷെ അവിടെയൊക്കെ വലിയ തകർച്ചയാണ്. അമേരിക്കയിൽ പോലും വലിയ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് തെണ്ടുന്നത്. അതായത് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളോട് പറഞ്ഞത് ഹോർമുസിൽ യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് നിങ്ങൾ സാമ്പത്തികമായി സഹായിക്കണമെന്നാണ്. അപ്പം അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ ആവശ്യം എന്താ? അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഹോർമുസിൽ നിന്ന് ടോൾ പിരിക്കണം എന്ന് അമേരിക്ക പറയുന്നത്, ഗൾഫ് രാജ്യങ്ങളോട് സാമ്പത്തിക സഹായം ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ട്രംപ് എടുത്തെറിയപ്പെട്ടു. പക്ഷേ എന്നിട്ടും യുദ്ധം നിർത്താൻ ട്രംപ് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ട്രംപ് തയ്യാറാകുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഗൾഫ് രാജ്യങ്ങൾ തകരട്ടെ, ഗൾഫ് മേഖലയ്ക്ക് വലിയ നാശം ഉണ്ടാകട്ടെ എന്ന് ട്രംപ് ഉള്ളാലെ വിചാരിക്കുന്നുണ്ടോ എന്ന് കരുതേണ്ടി വരും. ട്രംപിനെ സംബന്ധിച്ച് റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ, അങ്ങനെ മറ്റു പല താല്പര്യങ്ങളും ഉണ്ട്. എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഒരു രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കി ആ രാജ്യത്തിനെ സഹായിക്കുന്നു എന്ന മട്ടിൽ ആ രാജ്യത്ത് നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കുക, പരമാവധി ഊറ്റിയെടുക്കുക എന്നുള്ളതാണ് കാലങ്ങളായി അമേരിക്കയുടെ സ്ട്രാറ്റജി. ഇപ്പോൾ ട്രംപ് ഉദ്ദേശിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വലിയ ആക്രമണങ്ങൾ വരട്ടെ, ഗൾഫ് രാജ്യങ്ങൾ സാമ്പത്തികമായി തകരട്ടെ. ഹോർമുസ് അടഞ്ഞു കിടന്നാൽ ഇനി ബാബൽ മന്ദബ് കടലെടുക്ക്, അതായത് ചെങ്കടൽ കൂടി ഹൂത്തികൾ അടച്ചാൽ ഗൾഫിൽ നിന്ന് എണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പോകില്ല, അവരുടെ വരുമാനത്തെ അത് വലിയ തോതിൽ ബാധിക്കും. അപ്പോൾ ഗൾഫ് സാമ്പത്തികമായി തകരും. ഈ സമയത്തൊരു രക്ഷകന്റെ റോളിൽ അവിടെ അവതരിച്ച് കൂടുതൽ തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഗൾഫ് മേഖലയിൽ നിന്ന് നേടിയെടുക്കാനുള്ള
ട്രംപിന്റെ തന്ത്രമാണോ എന്ന് പോലും ഇപ്പോൾ നിരീക്ഷണങ്ങളും ചർച്ചകളും വരുന്നുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് ഗൾഫ് മേഖലയ്ക്ക് വലിയ നാശനഷ്ടമാണ്. നാശനഷ്ടം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് ഇറാൻ ആക്രമിക്കുന്നത് എങ്കിലും ഗൾഫിലെ മുഴുവൻ എയർ സർവീസുകളും നിർത്തുന്ന അവസ്ഥയിലേക്ക്, ഇപ്പോൾ സൗദിയിലെ വിമാനത്താവളങ്ങൾ മുഴുവൻ അടയ്ക്കാൻ പോകുന്നു അല്ലെങ്കിൽ അടച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. സ്വാഭാവികമായി മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് GCC കൺട്രീസിലെ ഈ പറയുന്ന വിമാനത്താവളങ്ങളും അവരുടെ ഈ പറയുന്ന ഓയിൽ എക്സ്പോർട്ട് കപ്പലുകളും ഒക്കെ അവസാനിക്കും. അതെല്ലാം നിൽക്കുന്ന സാഹചര്യം വരും. ഇപ്പോൾ 3 ആഴ്ച മുതൽ 1 മാസം വരെയൊക്കെ ഈ യുദ്ധം നീളുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ സാമ്പത്തിക ബാധ്യതയായിരിക്കും ഗൾഫ് രാജ്യങ്ങൾക്ക് അതുവഴി ഉണ്ടാവുക. അപ്പൊ അത് ഒരു വലിയ പ്രശ്നമാണ് ഈ വിഷയത്തിൽ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച്, ഇന്ത്യക്കാരെ സംബന്ധിച്ച് നമ്മുടെ ലക്ഷക്കണക്കിന് പ്രവാസികൾ അവിടെ ജീവിക്കുന്നുണ്ട്. അവിടെ നിന്ന് വലിയൊരു തുക നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട്. അത് കേരളത്തേക്ക് സംബന്ധിച്ച് നമ്മുടെ സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത് ഗൾഫ് മണി തന്നെയാണ്, എത്ര പറഞ്ഞാലും. അപ്പോൾ ഇതൊക്കെ പൊടുന്നനെ നിലയ്ക്കുന്നൊരു സാഹചര്യം. അതുപോലെ തന്നെ ഈ പറയുന്ന എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യം, അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് 200 രൂപയായി, 100-ൽ താഴെ ഉണ്ടായിരുന്നതാണ്. ഒറ്റയടിക്കാണ് 80 അടുപ്പിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അത് കുതിച്ചുയരുകയാണ്. അപ്പൊ ഇതൊക്കെ ചേർന്ന് വരുമ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ലോകത്തെ എടുത്തെറിയുകയാണ് ട്രംപ് ചെയ്യുന്നത്. എന്നിട്ടും ട്രംപിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ല എന്നുള്ളതാണ്. ഗൾഫ് രാജ്യങ്ങൾ ആരും ട്രംപിനെ തള്ളി പറയുന്നില്ല. ഇപ്പോൾ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ ഈ അമേരിക്ക നടത്തുന്ന അധിനിവേശത്തിനെതിരെ, യുദ്ധത്തിനെതിരെ കാര്യമായി സംസാരിക്കുന്നില്ല. അപ്പോൾ ഇറാനുമേൽ കുറ്റം ചാർത്താനാണ് പലരും ശ്രമിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് ഇറാൻ ഇവിടെ കുറ്റം പറയുക എന്നുള്ളതാണ് ചോദ്യം. ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി ആ രാജ്യത്തെ ഭരണാധികാരിയെയും ഉന്നതരെയും കൊലപ്പെടുത്തിയ അമേരിക്കൻ നടപടിയെ എന്ത് പേരിട്ട് വിളിക്കും? അതിനെങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? നമ്മൾ രാവിലെ ടെലി ചെയ്തപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ PJ ജോസഫ് പറഞ്ഞൊരു കാര്യം, ഒന്നും കൂടി നമ്മൾ രാവിലെ ന്യൂസ് ചെയ്ത ടെലിയിൽ ഈ വിദേശകാര്യ വിദഗ്ധൻ PJ വിൻസെന്റ് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഗൾഫ് മേഖലയ്ക്കാണ് ഈ യുദ്ധം ഏറ്റവും വലിയ നാശകരമാകുന്നത് എന്നുള്ളത്. മാത്രമല്ല ഈ ഗൾഫ് മേഖല പെട്ടെന്ന് തന്നെ വലിയൊരു പട്ടിണിയിലേക്ക് പോകും എന്നും കൂടി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു യുദ്ധം ആർക്കായിരിക്കും ഒന്ന് നിർത്താൻ അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു നിർത്താൻ കഴിയും? ഇപ്പം മധ്യസ്ഥ രാജ്യങ്ങളായിട്ട് ഖത്തർ വന്നു, പാകിസ്ഥാൻ വന്നു, എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ഈജിപ്തൊക്കെ വന്നിട്ട് അതൊന്നും തന്നെ നടക്കുന്നില്ല. അങ്ങനെ ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പ്രവാസി മലയാളികൾ അടക്കമുള്ളവരുടെ ജീവിതം ദുസ്സഹമാകും. അതുപോലെ തന്നെ ഈ കുവൈറ്റിലും ഖത്തറിലും ഒക്കെ ഉള്ളവരുടെ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ പോകും. ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് വലിയ തോതിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുക. ഇപ്പോൾ ജോലി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ പ്രവാസി മലയാളികൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഒരുപാട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. ഇവിടെ ഇരുന്നിട്ട് മിത്രങ്ങളൊക്കെ ഇസ്ലാമിക രാജ്യത്തെയും ഇസ്ലാമിക ഭരണത്തെയും ഒക്കെ തെറി വിളിക്കുമ്പോഴും കഞ്ഞി കുടിക്കണമെങ്കിൽ അവിടെ പോയാലേ നടക്കും എന്നുള്ളത് ഇവന്മാർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന്, ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ ആളുകൾ അവിടേക്ക് പോയിട്ടുണ്ട്. അവിടെ ഇന്ത്യയിൽ നിന്ന് 90 ലക്ഷം പേരാണ് അവിടെ ഉള്ളതെന്നാണ് ഏകദേശ കണക്ക്. അപ്പോൾ അത്രയധികം ആളുകൾ അവിടെ വലിയ ദുരിതത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഗൾഫിൽ അവിടുത്തെ പൗരന്മാർ വലിയ പ്രശ്നത്തിലേക്ക് പോകും, ഭരണകൂടം വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അതുപോലെ തന്നെ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. നമ്മുടെ രാജ്യത്തേക്കുള്ള വിദേശ ഫണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അയച്ചു കൊടുക്കുന്ന NRI പണം എന്ന് പറയുന്നത് ഇല്ലാതാകും. അത് നമ്മളെയും ബാധിക്കും വലിയ തോതിൽ. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തൊക്കെ സംഭവിക്കാൻ പോകുന്ന ഇന്ധനവില കുതിച്ചുയരുന്നു, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും, വിലക്കയറ്റം രൂക്ഷമാകും. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ വരാൻ പോവുകയാണ്. അപ്പം ഇതിനൊക്കെ കാരണക്കാരൻ ട്രംപാണ് അല്ലെങ്കിൽ അമേരിക്കയാണ് എന്ന നിലയിൽ ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശക്തമായ സമ്മർദ്ദം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു വഴി. അതായത് ഇപ്പോൾ ട്രംപ് പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് ഞങ്ങൾക്ക് വേണം എന്നാണ് ട്രംപ് ഇപ്പോൾ പച്ചയ്ക്ക് പറയുന്നത്. ഈ ട്രംപിൻ്റെ മനസ്സിൽ പണ്ട് മുതലേ ഹോർമൂസിന് മേലെ ഒരു കണ്ണുണ്ടെന്നേ. ഈ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ട്രംപ് പറഞ്ഞത് ഹോർമൂസ് പിടിച്ചെടുത്ത് എൻ്റെ പേരിടുമെന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഹോർമൂസ് ലക്ഷ്യമിട്ട്, ഹോർമൂസ് കൂടി, അതായത് ഇറാനെ നിരായുധീകരിക്കുകയും ഇറാനെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാവുകയോ ചെയ്തെങ്കിലേ ഇറാനോട് ചേർന്ന് കിടക്കുന്ന ആ ഹോർമൂസ് കടലെടുക്ക് തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് കഴിയൂ. ഇവിടെയാണ് ഈ അമേരിക്ക നടത്തിയ ഒരു നാടകീയ രംഗം. അതായത് ഇറാന്റെ ആസ്തികൾ വിട്ടുകൊടുക്കുന്നു, ഇറാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ ഹോർമൂസിന്റെ അടുത്തേക്ക് വരുമ്പം അമേരിക്ക ചില കാര്യങ്ങളൊക്കെ ഒളിപ്പിക്കുക എന്നുള്ളതല്ല, ഇതാണ്
ഇതാ ഞാൻ പറഞ്ഞ എന്നിട്ട് ഈ അമേരിക്ക തന്നെ പറയുന്നു ഈ ഹോർമുസിൽ ഞങ്ങൾക്ക് നിയന്ത്രണം വേണമെന്ന് പിന്നീട് പരസ്യമായിട്ട് പറയുന്നു. അതിനു മുമ്പ് വരെ ഈ ആസ്തികൾ വിട്ടുകൊടുക്കുന്ന സമയത്തും ഈ ഹോർമുസിനെ പറ്റിയിട്ട് ട്രംപ് പറയുന്നുണ്ടായിരുന്നില്ല. അത് അമേരിക്ക പറയുന്നത് ഈ യുദ്ധം നിങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് ട്രംപ് പറയുന്നത്, എല്ലാവർക്കും വേണ്ടി. എന്തിനായിരുന്നു ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം? ഈ യുദ്ധം ആർക്ക് വേണ്ടി? ഈ യുദ്ധം ഹോർമുസ് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ഈ യുദ്ധം ഇറാന്റെ ഭരണം പിടിക്കാനും ഇറാനെ നിരായുധീകരിക്കാനും ഇറാന്റെ മിസൈൽ ശേഷി ഇല്ലാതാക്കാനും ഒക്കെ ആയിരുന്നു. അത് ഇസ്രായേൽ പറഞ്ഞിട്ടാണ് അമേരിക്ക ചെയ്തത്. അങ്ങനെയാണ് ഈ യുദ്ധത്തിന്റെ തുടക്കം. പക്ഷെ പിന്നീട് ഇവിടെ ഇത്രയും എത്തിക്കഴിഞ്ഞപ്പോൾ ട്രംപ് പറയാണ് ഹോർമുസ് ഇറാൻ അടച്ചു, അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്. ഇത് മുഴുവൻ ഉണ്ടാക്കിയതാരാ? ഈ ട്രംപ് തന്നെയാണ്, ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേലിന്റെ വാക്കും കേട്ട് ഇസ്രായേലിന് കിടന്നുറങ്ങണം, ജൂതന്മാർക്ക് കിടന്നുറങ്ങണം എന്ന് പറഞ്ഞ് ഇസ്രായേൽ സമ്മർദ്ദം കൊടുത്തപ്പോൾ ട്രംപ് മുന്നും പിന്നും നോക്കാണ്ട് ഇറാനെ ഇപ്പം അങ്ങ് തീർത്ത് കളയാമെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചതാണ്. അവിടെയാണ് ട്രംപിന് പിഴച്ചതെന്ന് ഇപ്പോഴും ട്രംപ് സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്താ? ഇറാന് നേരെ ആക്രമണങ്ങൾ നടത്തുന്നു, ഇറാൻ അതിനേക്കാൾ ഭയാനകമായിട്ട് തിരിച്ചടിക്കുന്നു. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ, യുഎഇയുടെ കപ്പലുകൾ, ഹോർമുസിലെ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ, അമേരിക്കൻ കപ്പലുകൾ ഒക്കെ അടിച്ച് തകർക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത് ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആക്രമണം അമേരിക്ക ഇറാന് നേരെ നടത്തിയെന്നാണ്. എന്നിട്ട് അതിന് തൊട്ടു പിന്നാലെ 2 കപ്പലുകൾ വീണ്ടും ഇറാൻ അടിച്ചു. ബഹ്റൈനിലൊക്കെ നിർത്താതെ സൈറണുകൾ മുഴങ്ങുന്നു എന്നുള്ള വാർത്തകൾ. അതാണ് ഇറാനിലേക്ക് 1-2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആക്രമണങ്ങൾ അമേരിക്ക നടത്തുമ്പോൾ സമാനമായ രീതിയിൽ ഇറാനും ആക്രമണോത്സുകമായിട്ട് തിരിച്ചടിക്കുകയാണ്. അത് നിർഭാഗ്യവശാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. അവിടുത്തെ എയർ സ്പേസ് അടച്ചിടുന്നത്. കാരണം ഇറാന് നേരിട്ട് അമേരിക്കയിലേക്ക് യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ അത്രയും ദൂരത്തേക്ക് മിസൈലുകൾ അയക്കാൻ കഴിയുമോ എന്നറിയില്ല. എന്തായാലും ഇതുവരെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയെ നോവിക്കണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തകർക്കണം എന്നുള്ളതാണ് ഇറാന്റെ സ്ട്രാറ്റജി. പക്ഷേ അതുവഴി ഗൾഫ് മേഖലയ്ക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതാണ്. ഇപ്പോൾ ഹോർമുസിലൂടെ അമേരിക്കയുടെ വാക്കും കേട്ട് പോയ 2 കപ്പലുകളാണ് ഇപ്പോൾ കത്തിച്ചാമ്പലായി മുങ്ങിയത്. അപ്പോൾ അതുപോലെ തന്നെ അമേരിക്കയെ വിശ്വസിച്ചുകൊണ്ട് ഈ യുദ്ധത്തിൽ ഒന്നും നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ട്രംപ് ഇപ്പോഴും പറയുന്നത് ഞങ്ങളെല്ലാം പിടിച്ചെടുക്കും, ഞങ്ങൾ ഹോർമുസ് പിടിക്കും, നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ മതി. ഇപ്പം നാറ്റോ ചേരിയെ ഇറക്കുകയാണ് ഹോർമുസിലേക്ക്. അതായത് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ പടയാളികളെയും കൊണ്ട് അമേരിക്കൻ പടക്കപ്പലുകൾ വീണ്ടും ഹോർമുസിലേക്ക് വരാൻ പോവുകയാണ്. ഒരു അന്തിമ യുദ്ധത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നതെന്ന പ്രതീതിയാണ് ട്രംപ് ഉണ്ടാക്കുന്നത്. ഇതുവരെ കപ്പലുകളൊന്നും ഇറക്കിയിട്ടില്ല, പക്ഷെ പറയുന്നതിന് തള്ളിനൊരു കുറവുമില്ല. അപ്പോൾ ആ സമയത്ത് ട്രംപ് അങ്ങനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇറാൻ എന്താണ് ചെയ്തത്? റഷ്യയുടെ വിമാനം അവിടെ കൊണ്ടിട്ടു, തീർന്നു. അതോടുകൂടി ട്രംപിനുള്ള മറുപടിയായി, ട്രംപിനുള്ള കൃത്യമായ മറുപടിയായി. പിന്നെ ട്രംപ് ഹോർമുസിലേക്ക് കപ്പലുകൾ വിട്ടിട്ടില്ല, അല്ലെങ്കിൽ കപ്പലുകൾ അയക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച്, ട്രംപിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് ഇറാന്റെ നിലപാട് ശക്തമാണ്. ഇറാൻ അതിശക്തമായിട്ട് തിരിച്ചടിക്കുകയാണ്. അങ്ങനെ ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ട്രംപിന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അത് നികത്താനായിട്ട് മറ്റ് രാജ്യങ്ങളോട് തെണ്ടേണ്ട അവസ്ഥയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് പണം തരൂ, ഹോർമുസിൽ നിന്ന് ചുങ്കം പിരിക്കാൻ പോവുകയാണ്. അപ്പം അമേരിക്ക തന്നെയാണ് പറഞ്ഞത് ഹോർമുസിൽ ഇറാൻ ചുങ്കം പിരിക്കുന്നത് തെറ്റാണ്, ഹോർമുസ് ഒരു സ്വതന്ത്ര കപ്പൽ പാതയാണെന്നൊക്കെ പറഞ്ഞത് ട്രംപ് തന്നെയാണ്. അതേ ട്രംപ് ഇപ്പോൾ പറയുകയാണ് ഹോർമുസിലൂടെ കപ്പലുകൾ കടന്നു പോകണമെങ്കിൽ എനിക്ക് ചുങ്കം തരണം. അതാണ് ഈ ട്രംപിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ നിലപാടുകളിൽ ഇരട്ടത്താപ്പ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ നമുക്ക് സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള വർത്തമാനമാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ട്രംപിനെ വിശ്വസിച്ചുകൊണ്ട് ഈ യുദ്ധം എങ്ങോട്ട് പോകും, എങ്ങനെയാകുമെന്നൊന്നും നമുക്ക് ഒരു തീരുമാനവും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ട്രംപ് പറയുന്നതനുസരിച്ച് യുദ്ധം പോകും എന്ന് വിചാരിച്ചിരിക്കാനും വയ്യ. ട്രംപ് പറയുകയാണ് നാളെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോ 1 മാസമെങ്കിലും യുദ്ധം നീളും. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് ഇറാന്റെ പ്രസ്താവനകൾ കൃത്യമാണ്. ഇറാൻ പറയുന്നത് അതുപോലെ സംഭവിക്കുന്നുണ്ട്. ഇറാൻ പറയുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയ സ്ഫോടനങ്ങൾ ഇറാനിൽ നടത്തിയെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. ട്രംപ് പറയുന്നു ഇറാന്റെ 300ഓളം കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, ഡ്രോൺ കേന്ദ്രങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങളൊക്കെ തകർത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന നിലയിലാണ് ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കും. കാരണം ഇത്രയധികം ആക്രമണങ്ങൾ അമേരിക്ക നടത്തിയിട്ടുണ്ടെങ്കിൽ ഇറാൻ ബാക്കി ഉണ്ടാവില്ല. പക്ഷേ ഇറാൻ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഇറാൻ ഇപ്പോഴും ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്, ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. ആ ഗൾഫ് മേഖലയിൽ പോലും വലിയ ആശങ്കയുണ്ടാക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാത്ത നെട്ടോട്ടത്തിലാണ്. അപ്പോൾ ഈ പ്രശ്നം ഇനി പരിഹരിക്കണമെങ്കിൽ എല്ലാ രാജ്യങ്ങളും, അതായത് ഗൾഫ് രാജ്യങ്ങളും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളും എല്ലാം ചേർന്ന് അമേരിക്കയ്ക്ക് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിലുള്ള ഒരേയൊരു പോംവഴി. അതായത് ഹോർമുസ് കടലിടുക്ക് ഇറാനോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയോ നിയന്ത്രിക്കുക, ഇറാന്റെ മേലുള്ള ഉപരോധങ്ങൾ അവസാനിപ്പിക്കുക, ഇറാനെ സ്വതന്ത്ര രാഷ്ട്രമായി അവരുടെ പരമാധികാരം, അവരുടെ ആത്മാഭിമാനം അത് കളങ്കപ്പെടുത്താതെ ഇതുവരെ നടന്നതെല്ലാം അവസാനിപ്പിച്ച് അമേരിക്ക നിരുപാധികം പിന്മാറുക. അല്ലാതെ ഇതിൽ ഒരു തരത്തിലുള്ള സമാധാനവും ഉണ്ടാകില്ല. അതായത് നേരത്തെ തയ്യാറാക്കിയ ആ വെടിനിർത്തൽ കരാറ്
അത് അതുപോലെ തുടർന്നാൽ ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകും. പക്ഷെ അത് നിർഭാഗ്യവശാൽ ട്രംപ് തന്നെ കീറി എറിഞ്ഞ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഇനിയും 1 മാസമെങ്കിലും നീളും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇരു കൂട്ടരും അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ട്രംപ് വിചാരിക്കുന്ന പോലെ കുറേ ബോംബുകളും മിസൈലുകളും ഇറാനിലേക്ക് അയച്ചാൽ ഇറാൻ അപ്പോൾ കാലിൽ വീഴും എന്ന വിചാരം ട്രംപിന് ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് അസ്ഥാനത്താണെന്ന് ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം ഇനി ഇറാൻ്റെ നിലപാടാണ്. ഇപ്പോൾ ഇറാൻ യുദ്ധം നിർത്തുകയാണെന്ന് പറഞ്ഞാൽ യുദ്ധം നിൽക്കും, അല്ലെങ്കിൽ ഇറാൻ പിന്മാറുകയാണെന്ന് പറഞ്ഞാൽ യുദ്ധം അവസാനിക്കും. അല്ലാതെ ഹോർമുസും തുറക്കാൻ പോകുന്നില്ല, യുദ്ധവും അവസാനിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ചെങ്കടലും കൂടി അടച്ച് ഹൂത്തികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഹൂത്തികൾ സൗദിയിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹൂത്തികളും സജീവമായിട്ട് യുദ്ധത്തിൽ പങ്കെടുത്താൽ ഈ പറയുന്ന ബാബൽ മന്ദബ് കടലിടുക്ക്, സൂയസ് കനാലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കടലിടുക്കും കൂടി അടച്ചുപോകും. അപ്പോൾ ഏതാണ്ട് 40% വരുന്ന കപ്പൽ പാത പൊട്ടിക്കിടക്കുന്ന അവസ്ഥ വരും. അതിനെ അതിജീവിക്കാൻ ആഫ്രിക്കൻ പാതയാണ് ഈ ചെങ്കടലിനെ ബദലായിട്ടുള്ളത്. പക്ഷേ ആ മേഖലയിൽ കടൽക്കൊള്ളക്കാരുടെ അടക്കം സ്വാധീനമുള്ളത് കൊണ്ട് പോയ കപ്പലുകൾ തിരിച്ചു വരുമെന്ന് ഉറപ്പൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ആ വഴി കപ്പലുകൾ പോകാനും സാധ്യത കുറവാണത്. ഭാരിച്ച ചെലവ് വരുന്ന പണിയുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം കൂടി വന്നാൽ അവസാനം അമേരിക്ക ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് മുട്ടുകുത്തുകയല്ലാതെ നിരുപാധികം ഇറാന് മുന്നിൽ തോൽവി സമ്മതിച്ച് ഇപ്പോഴീ കാണിക്കുന്ന പരാക്രമങ്ങൾ മുഴുവൻ അവസാനിപ്പിച്ച് പിന്മാറുകയല്ലാതെ ഈ യുദ്ധം അവസാനിക്കാൻ മറ്റൊരു പോംവഴിയുമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.